സോഷ്യലിസമാണ് ഭാവി, സമരമാണ് മാർഗം എന്നതാണ് ഡിവൈഎഫ്ഐയുടെ എനിക്ക് കിട്ടിയ ഈ മെമ്പർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും ഒരു കോൺഗ്രസ്സുകാരനായി നിൽക്കണം എന്ന ആഗ്രഹം ഞാൻ ആ സമയങ്ങളിൽ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഒരു കോൺഗ്രസ്സുകാരനായി നിൽക്കുക എന്ന ആഗ്രഹത്തെ പൂർണ്ണമായും കുഴിച്ചു മൂടിക്കൊണ്ടാണ് ഈ ഡിവൈഎഫ്ഐയുടെ ഓഫീസിലേക്ക് കടന്നു വരാനുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം കോൺഗ്രസ് പാർട്ടി ഏത് വർഗീയതയുമായി ചേർന്നിട്ടാണെങ്കിലും വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്താൻ വേണ്ടി ഏത് വർഗീയതയുമായി ചേരാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് RSSനോടൊപ്പം നിൽക്കുന്നു, മറുഭാഗത്ത് SDPIയും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളോടൊപ്പം ഒരു മടിയുമില്ലാതെ ഒരു മറയുമില്ലാതെ ചേർന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എന്നാൽ ആ കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം തരാനോ നമ്മൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരു മറുപടി പറയാനോ ഒരു വിലയിരുത്തൽ നടത്താനോ തിരുത്തൽ വരുത്താനോ ആ പാർട്ടി തയ്യാറല്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടി പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്റ്റാറ്റസ് കോ നിലനിൽക്കുകയാണ് ഉണ്ടായത്. പാലക്കാട് UDFൻ്റെ സീറ്റ് UDF പിടിച്ചു, ചേലക്കരയിൽ ഇടതുപക്ഷം ജയിച്ചു. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം എല്ലാത്തിനുമുള്ള ന്യായീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു തീർപ്പാണ് എന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. കഴിഞ്ഞ 3 ടേമായി ഇന്ത്യയുടെ ഭരണസാരഥ്യത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതുമാണ് ആ ന്യായാന്യായങ്ങളുടെ തീർപ്പ് എന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. തിരുത്തൽ വരുത്തും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ഞാനുമായി സംസാരിച്ച നേതാക്കളെല്ലാം ആ തിരുത്തൽ അവർ വരുത്തും എന്ന പ്രതീക്ഷ പങ്കുവെച്ചെങ്കിലും ഒരു തിരുത്തലിനും തയ്യാറല്ല എന്ന് മാത്രമല്ല, തുടർച്ചയായി RSSൻ്റെ ആലയിലേക്കും SDPIയും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വർഗീയ സംഘടനകളുടെ ആലയിലേക്കും ഈ പാർട്ടിയെ കൊണ്ടുപോയി കെട്ടാനുള്ള ശ്രമം വി.ഡി. സതീശനും കോക്കസും നടത്തുമ്പോൾ ഇനിയും ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നതിൽ ഒരു ന്യായവുമില്ല എന്ന് മനസ്സിലാക്കിയാണ് ഡിവൈഎഫ്ഐയുടെ സ്വാഗതം ഒരു നിബന്ധനകളുമില്ലാതെ ആ സ്വാഗതത്തെ സ്വീകരിച്ച് മനസ്സാൽ വരിച്ച് ഈ പാർട്ടിയുടെ ഈ ഡിവൈഎഫ്ഐയുടെ ഓഫീസിൽ കടന്നു വരാനുള്ള തീരുമാനമെടുത്തത്. തുടർ ദിവസങ്ങളിൽ ഈ പാർട്ടിയുടെയും ഇടതുപക്ഷ സംസ്കാരത്തിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഒരു വക്താവായി, ഒരു പ്രചാരണകനായി, ഈ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകനായി, ഡിവൈഎഫ്ഐയുടെ ഒരു എളിയ പ്രവർത്തകനായി പ്രവർത്തിക്കാനുള്ള അവസരം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുഴുവൻ നേതാക്കളും ഡിവൈഎഫ്ഐയുടെയും CPIഎമ്മിൻ്റെയും സംസ്ഥാനതല നേതാക്കളും എൻ്റെ പ്രദേശത്തുള്ള എൻ്റെ നാട്ടിലുള്ള സാധാരണ സഖാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് കാണിച്ച സ്നേഹവും എന്നോട് കാണിച്ച അനുഭാവവും എന്നെ ചേർത്ത് പിടിച്ചതുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കിട്ടിയതിനേക്കാൾ സ്നേഹവും പരിലാളനയും അതുപോലെ തന്നെ അനുഭാവമൊക്കെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു തെറ്റായ ഒരു റിസൾട്ട് വന്നപ്പോൾ, തെരഞ്ഞെടുപ്പിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നപ്പോൾ ഇനി എങ്ങനെയാണ് CPM ഷാനിബിനെ കാണുന്നത് എന്ന നിലയിലുള്ള ചില ചോദ്യങ്ങൾ ചില ആളുകളുടെ മനസ്സിലേക്ക് ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞപ്പോൾ മുതൽ എങ്ങനെയാണ് ഈ പാർട്ടി എന്നോടൊപ്പം നിന്നത്, അതേ സ്നേഹത്തോടെ, അതിനേക്കാൾ സ്നേഹത്തോടെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും ദിവസവും ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുമുള്ള ആത്മവിശ്വാസക്കുറവും ഉണ്ടാകരുത്. ഈ പാർട്ടിയോടൊപ്പം നിൽക്കാനുള്ള തീരുമാനം, ആ തീരുമാനമെടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാകും, സഹോദര തുല്യനായി ഞങ്ങൾ സ്വീകരിക്കും എന്ന ആ സ്നേഹവായ്പിന് അവരുടെ മുമ്പിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ സാധാരണ പ്രവർത്തകനായി ഇവരോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് മാത്രം എൻ്റെ ഉറപ്പ് വാക്കാൽ നൽകിക്കൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.